കൊച്ചിയിൽ തേവരപ്പാലത്തിൽ നിന്ന് സൂര്യോദയം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ചത്. എറണാകുളം ജില്ലയെയും ഇടുക്കി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലം. കുറേ നേരം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ സ്പീഡാക്കിയതാണ്. ഇനി നമുക്ക് ചീയമ്പാറ വാട്ടർഫോൾസ് കാണാം. ഇത് തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോൾസാണ്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ എസ്റ്റേറ്റിന് നടുക്കുള്ള ഒരു ബംഗ്ലാവുണ്ട്, വിരിപ്പാറ ബംഗ്ലാവ്. ആ ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിച്ചത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആ ബംഗ്ലാവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഈ തേയിലത്തോട്ടം നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് മാത്രമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. നല്ല അടിപൊളി ഭക്ഷണം, അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് കഴിച്ചു. നല്ല സൂപ്പർ ഭക്ഷണം. ഇതാണ് ആനക്കുളം. ഇവിടെ ഒരുപാട് പേര് കണ്ടോ ഈ സ്ഥലം ഇത് കണ്ടു, ഇതിലൂടെ ആന ഇറങ്ങി വരും. ആന ഇറങ്ങി വന്ന് ഇവിടെയുള്ള വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ട് അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വൈകുന്നേരങ്ങളിൽ തമ്പടിക്കാറുണ്ട്. ഇവിടെ ഒരു ചുഴി പോലെ ഉപ്പുവെള്ളം വരുന്ന ഒരു ചുഴിയുണ്ട് അതിലെ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ഈ ഒഴുകുന്ന വെള്ളമൊന്നും ആന കുടിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ആനയെ കാണാനായിട്ട് ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തി. 4 മണിയായി, 5 മണിയായി, 6 മണിക്ക് വരും, 7 മണിക്ക് വരും, 9 മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നല്ലാതെ ആന വന്നില്ല. പക്ഷെ ദിവസം ആന വരും. എപ്പോഴാണെന്ന് ഇത് കേട്ടോ, ആന നടന്നുണ്ടായ ആന താരുകളാണ് ഇതെല്ലാം. ആന വന്നില്ല. ഇനി ഒരിക്കലും വന്ന് ആനയെ കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഉള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഞങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഒരു 40 ആനകളൊക്കെ വന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആനകളിവിടെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അതവിടെ വെള്ളത്തിൽ തന്നെ അതിൻ്റെ വിലാസങ്ങളുമായിട്ട് ഇങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ആളുകൾ കാത്തിരുന്ന് ആളുകൾ പോകാൻ നിൽക്കി, ആന പോകാൻ നിന്നിട്ട് നമുക്ക് പോരാൻ പറ്റില്ല. അത്ര മണിക്കൂറുകളോളം ആന അവിടെ തന്നെ കഴിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ആ രസകരമായ കാഴ്ചയാണ്. ഇനിയും ഒരിക്കൽ എന്തായാലും ഞങ്ങൾ പോകും, അത് കണ്ടിട്ടുള്ള കാര്യം.